ഭഗവതേ വാസുദേവായ ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാഖ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഭക്തന്മാരില് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ ഹനുമാൻ സ്വാമിയാണെന്ന് പറയാറുണ്ട്. ദാസ്യഭക്തിയിൽ ഒരു ഉദാഹരണം, നമ്മുടെ നവവിധ ഭക്തിയില് ദാസ്യഭക്തിയുടെ ഉദാഹരണവും ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമി ഏറ്റവും വലിയ ഭക്തനാവാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമിയുടെ ആ ഉള്ളിലുള്ള ഭക്തിയും അല്ലെങ്കിൽ കാരുണ്യവും മാത്രമല്ല ശ്രീരാമസ്വാമിയോടുള്ള ആ ഒരു ഹനുമാൻ സ്വാമിയുടെ ആ ഒരു ഫുൾ സമർപ്പണമാണ്. അതായത് കൊച്ചിലെ തൊട്ട് തന്നെ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിക്ക് പൂജിച്ചാണ് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ജീവിച്ചിരുന്നത്. അത് മാത്രമല്ല ശ്രീരാമസ്വാമിയെ ഒരുപാട് സഹായിക്കുകയും ശ്രീരാമസ്വാമിയുടെ എന്താ പറയാ പൂർണ്ണ ഭക്തനായി മാറുകയും ചെയ്തു. അപ്പൊ ഹനുമാൻ സ്വാമി ഒരിക്കൽ, അതായത് കൊച്ചിലെ ചെറുതായിരുന്ന സമയത്ത് ഹനുമാൻ സ്വാമിക്ക് എല്ലാ ദേവീ ദേവന്മാരും അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടു. എല്ലാ രീതിയിലും ഹനുമാൻ സ്വാമിക്ക് അനുഗ്രഹങ്ങൾ കൊടുത്തു. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ എല്ലാ ശക്തിയും ഉണ്ട്. അതായത് എന്താ പറയാ എന്തിനു വേണ്ടിയിട്ടുള്ള കഴിവും ഹനുമാൻ സ്വാമിക്കുണ്ട്. അപ്പൊ ഒരു ദിവസം ഹനുമാൻ സ്വാമി ഇങ്ങനെ കൊട്ടാരത്തിലിരിക്കുന്ന സമയത്ത് അച്ഛനുമായിട്ടിരുന്ന് കളിക്കുന്ന സമയത്ത് അതുവഴി നാരദമുനി പോവാണ്. അപ്പൊ നാരദമുനി പോകുമ്പോ നമുക്കറിയാം, നാരദമുനി വെറുതെ മിണ്ടാതെ പോകത്തില്ല. നാരദമുനി ഇങ്ങനെ ഭഗവാന്റെ കീർത്തനങ്ങൾ ഇങ്ങനെ പാടിയായിരിക്കും പോവാ. അങ്ങനെ നാരദമുനി ആ കൊട്ടാരത്തിന്റെ അവിടെ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിയിട്ടാണ് പോവാ. അപ്പൊ ഈ ഹനുമാൻ സ്വാമി അച്ഛനുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ കീർത്തൻ കേൾക്കുമ്പോ അച്ഛനോട് ചോദിക്കുകയാണ്, ഇതാരാണ് പാടുന്നതെന്ന് ചോദിക്കാണ്. അപ്പൊ അച്ഛൻ പറയാണ്, ഇത് നാരദമുനിയാണ് പാടുന്നത്. ഇത്രയും നന്നായിട്ട് പാടുമ്പോ ഭഗവാനെ കുറിച്ച് പാടുമ്പോൾ നമുക്ക് മനസ്സിലാവും നാരദമുനിയാണ് പാടുന്നത്. അപ്പോ കുട്ടിയായിരുന്ന സമയത്ത് ഹനുമാൻ സ്വാമിക്ക് നാരദമുനി ആരാന്ന് അറിയില്ല. അപ്പൊ നാരദമുനി ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ പറയാണ്, നാരദമുനി ഭഗവാന്റെ വലിയ ഭക്തനാണ്. അദ്ദേഹം ഭഗവാന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ നാരദമുനിയെ കുറിച്ച് കേസരി മഹാരാജാവ് ഹനുമാൻ സ്വാമിയോട് ഒരുപാട് പറയാണ്. അപ്പൊ ഹനുമാൻ സ്വാമി എന്ത് ചെയ്യും, എന്നാ എനിക്കും നാരദമുനിനെ കാണണം എന്നൊരു ഇത് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി ആ സമയത്ത് ഹനുമാൻ സ്വാമിക്ക് പറക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഹനുമാൻ സ്വാമി നാരദമുനിയോട് പോവാണ്. അപ്പൊ നാരദമുനി ആ സമയത്ത് അതുവഴി വേറൊരു മുനീനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ആ സമയത്ത് നാരദമുനി പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഹനുമാൻ സ്വാമി വന്ന് ഫ്രണ്ടിൽ നിൽക്കും. എന്നിട്ട് നാരദമുനിയോട് തൊഴുത് ആദ്യം നാരദമുനിയെ തൊഴും. അപ്പൊ തിരിച്ച് നാരദമുനി പ്രണാമം പറഞ്ഞിട്ട് എന്താണെന്ന് ചോദിക്കും, ഹനുമാൻ സ്വാമിയോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, അങ്ങ് വലിയ ഭക്തരാണെന്ന് കേട്ടു, അതുകൊണ്ട് അങ്ങേനെ കാണാൻ വന്നതാണ്. പക്ഷെ ഇനി അങ്ങക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങ് എനിക്കൊരു വരദാനം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം തരണം, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയും. അപ്പൊ നാരദമുനി പറയുമ്പോ, ശരി, ഞാൻ നിന്നെ അനുഗ്രഹിക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിനക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? അപ്പൊ ഹനുമാൻ സ്വാമി പറയും, എന്നെ ദേവി ദേവന്മാരൊക്കെ എല്ലാ ആഗ്രഹങ്ങളും പറഞ്ഞ് എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ അവരൊന്നും തരാത്ത എന്തെങ്കിലും ഒരു അനുഗ്രഹം എനിക്ക് തരണം എന്ന് പറയും. അപ്പോ നാരദമുനി പറയും, അങ്ങനെയാണോ? നാരദമുനി ആലോചിച്ചിട്ട് പറയും, ശരി, നിനക്ക് പാട്ട് പാടാനുള്ള കഴിവ് ആരും തന്നിട്ടില്ലല്ലോ, എന്നാൽ ഞാൻ നിനക്ക് പാട്ട് പാടാനുള്ള കഴിവ് തരാം എന്ന് ഹനുമാൻ സ്വാമിയോട് പറയും. അപ്പൊ ഹനുമാൻ സ്വാമി പറയും, ശരിയാണ്, എനിക്ക് അങ്ങനെ തന്നിട്ടില്ല, അപ്പൊ അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയും. അങ്ങനെ നാരദമുനി ഹനുമാൻ സ്വാമിയെ നല്ല പാട്ടുകാരനാണ്. ആ പാട്ടുകാരന്റെ ആ ഒരു അനുഗ്രഹം നാരദമുനി ഹനുമാൻ സ്വാമിക്ക് കൊടുക്കും. അപ്പൊ ഹനുമാൻ സ്വാമിക്ക് സന്തോഷം. എന്നിട്ട് ഹനുമാൻ സ്വാമി എന്നിട്ട് നാരദമുനി പറയും, നിനക്ക് അനുഗ്രഹം കിട്ടില്ല, ഇനി നീ മാറും, ഞാൻ പൊക്കോട്ടെ എന്ന് പറയും. ഹനുമാൻ സ്വാമി പറയും, പറ്റില്ല, ആദ്യം അങ്ങ് എനിക്ക് അനുഗ്രഹം തന്നു, ഇനി അത് ശരിയാണോ എന്ന് ഞാൻ നോക്കട്ടെ, അങ്ങയുടെ അനുഗ്രഹം കറക്റ്റ് ആണോ, അങ്ങ് തന്ന അനുഗ്രഹം കറക്റ്റ് ആണോ ഞാൻ നോക്കട്ടെ എന്ന് പറയും. അപ്പൊ അപ്പൊ നാരദമുനി ചോദിക്കുക, അതെങ്ങനെ നീ നോക്കാൻ പോണം? അപ്പൊ ഞാൻ പാടി കേൾപ്പിച്ചു തരാം, അങ്ങ് ഇവിടെ നിന്നും ഞാൻ പാടി നോക്കട്ടെ എന്ന് പറയും. അപ്പൊ ഏത് രാഗത്തിൽ പാടണം എന്ന് ചോദിക്കുമ്പോ നാരദമുനി നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാടിക്കും എന്ന് പറയും. അങ്ങനെ ഹനുമാൻ സ്വാമി ഒരു രാഗത്തില് പാട്ട് പാടാൻ തുടങ്ങും. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ പാട്ടില് അവിടെ ഉണ്ടായിരുന്ന കല്ല് പോലും മെൽറ്റ് ആയിപ്പോയി. അതായത് എന്താ പറയാ, ഉരുകിപ്പോയെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് ഇതായിരുന്നു ഹനുമാൻ സ്വാമിയുടെ പാട്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കല്ലുകൾ പോലും അത്രയും ഉരുകിപ്പോയി, അത്രയും കട്ടിയായിട്ടുള്ള കല്ല് പോലും ഉരുകിപ്പോയി. അപ്പൊ ഈ അത്രയും മധുരമായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ പാട്ട് കേട്ട് നാരദമുനിയും ഇങ്ങനെ ആ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് നാരദമുനിയുടെ വീണ
നാരദമുനി ഒരു കല്ലിന്റെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോ ഈ കല്ല് ഉരുകി പോകുമ്പോ ഈ കല്ലിങ്ങനെ ഉരുകി പോവാണ്. ആ വീണ അതില് ആ കല്ലിന്റെ പുറത്താണ്. അപ്പൊ ആ കല്ലിങ്ങനെ ഉരുകാണ്, വീണ അതിന്റെ പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ എപ്പോഴാണോ നാരദമുനി ഹനുമാൻ സ്വാമി പാട്ട് നിർത്തിയത്, ആ സമയത്ത് ഈ കല്ല് വീണ്ടും കട്ടിയാവും. അതായത് ഹനുമാൻ സ്വാമി പാട്ട് നിർത്തിയപ്പോൾ കല്ല് വീണ്ടും കട്ടിയായി. അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ആ വീണ ആ കല്ലിന്റെ അകത്ത് കട്ടിയായിട്ട് ആ കല്ലിന്റെ അകത്തായിപ്പോയി വീണ. വീണ്ടും കല്ല് കട്ടിയായി. അപ്പൊ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നാരദമുനി ഹനുമാൻ സ്വാമി പാടിക്കഴിഞ്ഞ് പറഞ്ഞു, ശരി, അങ്ങയുടെ അങ്ങ് എനിക്ക് തന്ന അനുഗ്രഹം ശരിയാണ്, ശരി, ഇനി അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയും. അപ്പൊ നാരദമുനി പറയും ശരി, പോവാൻ വേണ്ടി നോക്കുമ്പോ വീണ കല്ലിന്റെ ഇടയിൽ. അപ്പൊ പറയും, ഒരു കാര്യം ചെയ്യും, നീ ഒന്നും കൂടെ പാടപ്പി, എനിക്ക് എന്നെ വീണ തിരിച്ചെടുക്കാലോ എന്ന് പറയും. അപ്പൊ ഹനുമാൻ സ്വാമി പറയും, ഇല്ല, ഞാൻ ഇനി പാടൂല എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി ഓടാൻ തുടങ്ങും. അവിടുന്ന് ഓടാൻ തുടങ്ങും. അപ്പൊ നാരദമുനി ആണെങ്കിൽ വീണ തിരിച്ചെടുക്കട്ടെ, അതുകൊണ്ട് ആ വീണയും കൊണ്ട്, ആ ഒരു കല്ലിനെയും കൊണ്ട് ഹനുമാൻ സ്വാമിയുടെ പിറകെ പോകും. അങ്ങനെ ഹനുമാൻ സ്വാമി ആ ഒരു സ്ഥലം മുഴുവൻ, ആ ഹനുമാൻ സ്വാമിയുടെ അവിടെ ഫുള്ള് എന്ത് ചെയ്യും, ഓടി നാരദമുനിനെ ഓടാൻ തുടങ്ങി. അവസാനം ഹനുമാൻ സ്വാമി ഒരുപാട് ഓടിയതിനു ശേഷം വന്ന് കൊട്ടാരത്തിന്റെ അവിടെ എത്തും. അപ്പൊ കൊട്ടാരത്തിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ഹനുമാൻ സ്വാമിയുടെ അച്ഛൻ കേസരി മഹാരാജാവ് പുറത്തിറങ്ങി വരും. ഈ ബഹളം കേട്ട് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും ഹനുമാൻ സ്വാമിയുടെ പിറകെ നാരദമുനി. അപ്പൊ പെട്ടെന്ന് തന്നെ കേസരി മഹാരാജാവ് നാരദമുനിനെ നാരദമുനിയോട് തൊഴിച്ചിട്ട്, എന്ത് പറ്റി, എന്റെ മോൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പറയും, പ്രശ്നമൊന്നുമല്ല, നിന്റെ മോൻ എന്നെ ഇവിടെ ഇത്രയും നേരം ഓട്ടിക്കുകയാണ് ചെയ്തത്, തിരിച്ച് വീണ്, ഇങ്ങനെ കാര്യം പറയും. അപ്പൊ കേസരി മഹാരാജാവ് ഹനുമാൻ സ്വാമിയോട് ചോദിക്കും, നീ എന്താണ് നീ ചെയ്യണത്, അത് വലിയ ഭക്തനാണ്, നീ എന്താണ് ചെയ്യണേന്ന് പറയും. അപ്പൊ ഹനുമാൻ സ്വാമി പറയും, ഈ എനിക്കറിയാം നാരദമുനി വലിയ ഭക്തനാണ്. അപ്പൊ നാരദമുനിയുടെ ഭക്തി, അതായത് ഭക്തന്മാരുടെ പാദം എവിടെയാണോ പതിക്കുന്നത് ആ സ്ഥലം അത്രയും ഭഗവാന് പ്രിയപ്പെട്ട സ്ഥലമായിരിക്കും. ആ സ്ഥലത്തിന് അത്രയും അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയാ, എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് നാരദമുനിയുടെ ആ ഐശ്വര്യം, ആ ഭക്തന്റെ ഐശ്വര്യം എനിക്ക് ഈ ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് മുഴുവൻ വേണം, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രജകൾക്ക് അത്ര എനിക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നാരദമുനിയെ ഇവിടെ അത്ര ഒപ്പിച്ചതെന്ന് പറയാം. അപ്പൊ ഇത് കേട്ടപ്പോ നാരദമുനിക്ക് സന്തോഷം. ഹനുമാൻ സ്വാമി പറഞ്ഞത് ശരിയാണ്. അപ്പൊ നാരദമുനിക്ക് സന്തോഷം. അത് കഴിഞ്ഞ ഉടനെ നാരദമുനി എന്ത് ചെയ്തു, ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു, പാടുകയും ചെയ്തു. നാരദമുനി തിരിച്ച് വീണെടുക്കുകയും ചെയ്തു. എന്നിട്ട് നാരദമുനി ഹനുമാൻ സ്വാമിയെ തൊഴുതിട്ട് നാരദമുനിക്ക് എവിടെയാണോ പോകേണ്ടതെന്ന് പോയി. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ ഭക്തിയിലും അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ബുദ്ധിയിലും ഒന്നും ആരെയും കൊണ്ടും ഹനുമാൻ സ്വാമിക്ക് പകരമായിട്ട് നമുക്ക് ആരെയും വെക്കാൻ പറ്റില്ല. അത്രയും വലിയ ഭക്തനാണ് ഹനുമാൻ സ്വാമി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭഗവാന്റെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഹനുമാൻ സ്വാമിനെ വിചാരിച്ചിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. കാരണം ഭക്തന്റെ കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ ഭഗവാന്റെ കൃപ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും. അതാണ് നാരദമുനിയുടെ ഹനുമാൻ സ്വാമിയുടെയും കഥ. ഇനി അടുത്ത കഥ ശ്രീരാമസ്വാമിയുടെയാണ്. ഹനുമാൻ സ്വാമിയുടെ ശ്രീരാമസ്വാമിയുടെയാണ് അടുത്ത കഥ. അപ്പൊ ശ്രീരാമസ്വാമി ഒരു രാജ്യത്ത്, അതായത് ഓർച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നും അയോധ്യ കഴിഞ്ഞ് കുറെ ദൂരം നമുക്ക് പോകുമ്പോഴത്തേക്ക് ഓർച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അത് അയോധ്യയുടെ, അതായത് രാത്രി അയോധ്യ എന്നാണ് പറയാ. രാവിലെ ശ്രീരാമസ്വാമി അയോധ്യയിലാണ് നിൽക്കുന്നതെങ്കിൽ വൈകിട്ട് ഓർച്ചിറയിലാണ് ശ്രീരാമസ്വാമി നിൽക്കാന്ന് പറയും. അതായത് അയോധ്യയുടെ പകുതി എന്നാണ് പറയാം. അതിന് പിന്നിലൊരു കഥയുണ്ട്. ഓർച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ പേര് മധുകര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ മധുകര എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം വലിയ ഭക്തനാണ്. അതായത് ഭക്തി എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ മറ്റുള്ളവരോടുള്ള രാജാവ് എന്ന് പറയുന്ന ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരിതോ അദ്ദേഹത്തിന് ബാക്കിയുള്ളവരോടില്ല. അപ്പൊ അത്രയും വലിയ ഭക്തനാണ് അദ്ദേഹം. ഒരു ഭക്തനായത്, അതായത് കണ്ടിമാലയും തുളസി കണ്ടിമാലയൊക്കെ ഇട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാല്, അദ്ദേഹം തിലകവും കണ്ടിമാല ഇട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ കാല് കഴുകി ആ വെള്ളം കുടിക്കും. അത്രയും ഭക്തിയാണ് അദ്ദേഹത്തിന്. ആ ഭക്തന്മാരോടുള്ള അത്രയും സേവനം അദ്ദേഹത്തിന് അത്രയും ഉണ്ട്. അപ്പൊ അത്രയും ഇതുള്ള അദ്ദേഹം എല്ലാ ഭക്തന്മാരുടെയും, അതായത് തുളസി തിലകവും കണ്ടിമാലയൊക്കെ ഇട്ട് വരുന്ന വലിയ ഭക്തന്മാരുടെ കാല് കഴുകി കുടിക്കും. പക്ഷെ ബാക്കിയുള്ളവർ ഒരുപാട് പേർക്ക് അദ്ദേഹത്തിനോട് അസൂയുണ്ട്. അങ്ങനെ അസൂയുള്ള ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് ഒരു കാളയ്ക്ക് നല്ല തുളസിമാലയും തിലകും ഇട്ട് അദ്ദേഹത്തിന്റെ മുന്നിലോട്ട് അയക്കും.
അപ്പൊ ഇദ്ദേഹം ഈ കാളേനെ കണ്ടോണ്ട് ഇദ്ദേഹത്തിന് സന്തോഷം. ഇദ്ദേഹം പറയണ ഭഗവാന്റെ ഒരു വലിയ ഭക്തനെ എനിക്കിന്ന് കാണാൻ പറ്റി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഈ കാളയുടെ കാല് കഴുകി ആ വെള്ളം കുടിക്കും. അപ്പൊ ഈ ഈ അയച്ച ആൾക്കാരുണ്ടല്ലോ, അവർക്ക് തന്നെ ഒരു എന്താ പറയാ, ഒരു ഒരു വല്ലാത്തൊരിത് തോന്നി. എന്നിട്ട് അവര് ഈ രാജാവിന്റെ അടുത്ത് പോയി ക്ഷമ ചോദിക്കുകയും അവര് രാജാവ് തങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ അത്രയും ഭക്തനാണ് അദ്ദേഹത്തിന്. ഭക്തിനെ നമുക്ക് വിവരിക്കാൻ പറ്റൂല. അപ്പൊ ഈ ഇദ്ദേഹം, അതായത് ഈ മധുകര എന്ന് പറയുന്ന ഈ രാജാവ് എന്ത് ചെയ്യാണ്, ഒരിക്കൽ അക്ബർ ഇദ്ദേഹത്തിന്റെ ഈ ഭക്തിയിലും കാര്യങ്ങളും കാരണം ഈ രാജ്യം ഭയങ്കര എന്താണ്, നല്ല രാജ്യമാണ്, നന്നായിട്ട് പോവാണ്. അവിടെ ആർക്കും ഈ രാജ്യത്തുള്ള ഒരാൾക്കും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഈ രാജ്യം നന്നായിട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിനും ഈ രാജാവുമായിട്ട് എന്താ പറയാ, കൂട്ടുകാരാണ് ഇവര് രണ്ടുപേരും. അങ്ങനെ ഒരിക്കൽ അക്ബർ എല്ലാ രാജാക്കന്മാരെയും തന്റെ അവിടേക്ക് വിളിക്കുകയാണ് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട്. അപ്പൊ നോക്കുമ്പോഴത്തേക്കും ഹിന്ദു രാജാക്കന്മാരെല്ലാം തിലക് ഇട്ടിട്ട് വരുന്നു. അപ്പൊ അക്ബർ മുസ്ലിം രാജാവാണ്. അതുകൊണ്ട് അക്ബർ അന്ന് പറയാണ്, ഇനി നാളെ മുതൽ എന്റെ സഭയിലോട്ട് വരുമ്പോ ആരും തിലക് ഇട്ടുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞ പ്രഖ്യാപിക്കാം. അക്ബർ വലിയ രാജാവാണ്, ഇവരൊക്കെ ചെറിയ ചെറിയ രാജാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ അക്ബർ പറയുന്നത് എല്ലാരും കേൾക്കാണ്. അങ്ങനെ അക്ബർ അടുത്ത ദിവസം നോക്കുമ്പോഴത്തേക്കും എല്ലാ ഹിന്ദു രാജാക്കന്മാരും തിലകം ഇടാതെ വരാണ്. പക്ഷെ ഇദ്ദേഹം മാത്രം, ഈ മധുകര എന്ന് പറയുന്ന രാജാവ് മാത്രം തിലകം ഇട്ടോണ്ട് വരാണ്. അപ്പൊ അക്ബറിന് ദേഷ്യം വരാം. അക്ബർ ചോദിക്കും, ഞാൻ പറഞ്ഞതല്ലേ, എന്റെ ഉത്തരവ് നിങ്ങൾ കേട്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ തിലകം ഇടല്ലേ എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം മധുകര എന്ന് പറഞ്ഞ രാജാവ് പറയും, ഞാൻ എന്റെ ഭഗവാന്റെ ആജ്ഞ മാത്രമേ കേൾക്കുള്ളൂ. എന്നെ സംബന്ധിച്ച് എന്റെ രാജാവ് ഭഗവാനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഭഗവാൻ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. തിലകം ഭഗവാന്റെയാണ്, ഭഗവാൻ പറയുന്നത് മാത്രമേ എനിക്ക് കേൾക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അക്ബർ രാജാവിന് എന്താ പറയാ, തന്റെ തെറ്റ് മനസ്സിലാവുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യാം. അങ്ങനെ പലയിടത്തും ഈ രാജാവിന്റെ ഭക്തി കാരണം ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം അവിടെ അമ്പലം, അദ്ദേഹത്തിന്റെ രാജ്യസഭസിന്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട്. ആ അമ്പലത്തിൽ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പം രാജാവായതുകൊണ്ട് തന്നെ എപ്പോഴും അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, രാജ്യകാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാണ്. പക്ഷെ വല്ലപ്പോഴും പോകും. അങ്ങനെ ഒരു ദിവസം അമ്പലത്തിലോട്ട് പോകുമ്പോൾ അമ്പലം ഫുൾ അടച്ച് കഴിഞ്ഞിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന് അതായത് അമ്പലം വരെ വന്നില്ല. അതുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന്, അപ്പൊ രാത്രിയായി. അപ്പൊ അവിടെ ഇരുന്ന് തന്നെ ഭഗവാന്റെ കീർത്തനം പാടാൻ തുടങ്ങും. ഭഗവാന്റെ കീർത്തൻ പാടാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഭഗവാൻ സ്വയം അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന്റെ കൂടെ കളിക്കുകയും മുകളിൽ നിന്ന് ദേവി ദേവന്മാര് അതായത് പുഷ്പം കൊണ്ട് അവരെ രണ്ടുപേരെയും, ഭഗവാന് ഈ രാജാവിനെ പുഷ്പം കൊണ്ട് എന്താ പറയാ, പുഷ്പങ്ങൾ എറിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ ഈ സ്ഥലത്ത് ഓർച്ചിറയിൽ പോയ ആ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഈ ഭഗവാൻ യഥാർത്ഥത്തിൽ ഈ രാജാവിന്റെ മുമ്പിൽ വന്ന സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ രാജാവിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീരാമസ്വാമിയുടെ വലിയ ഭക്തനാണ്. ഇദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ വലിയ ഭക്തനാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേരും വ്യത്യാസം ഇല്ലെങ്കിലും ഈ പത്നി അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീരാമസ്വാമിയാണ് കൂടുതൽ ഇഷ്ടം, ഇദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ഭഗവാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് പറയണം, വാ നമുക്ക് വൃന്ദാവനത്തിൽ പോയി കുറച്ചു ദിവസം നിൽക്കാം, വൃന്ദാവനം മുഴുവൻ കണ്ടിട്ട് വരാന്ന് പറയണം. അപ്പൊ ഈ ഭാര്യ പറയാൻ, ഇല്ല ഞാൻ വൃന്ദാവനത്തിൽ വരുന്നില്ല, നമുക്ക് അയോധ്യയിൽ പോവാം, ആദ്യം നമുക്ക് അയോധ്യയിൽ പോവാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വൃന്ദാവനത്തിൽ പോവാന്ന് പറയാം. അങ്ങനെ ഇവര് തമ്മില് വൃന്ദാവനം പോവാ അയോധ്യ പോവാന്ന് പറഞ്ഞ് ഭയങ്കര അടിയാണ്. അപ്പൊ ഈ രാജാവിന് ദേഷ്യം വന്നിട്ട് പറയും, ശരി നീ അയോധ്യയെ പൊക്കോ, പക്ഷെ നീ തിരിച്ചു വരുമ്പം ശ്രീരാമസ്വാമിയെ കൊണ്ടേ വരാവൂ എന്ന് പറയും. ഇല്ലെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരണ്ട, ഇല്ലെങ്കിൽ നീ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയും. അപ്പൊ ഈ ഭാര്യ, അപ്പൊ ഇവരിങ്ങനെ അടിയായി, ഇപ്പൊ ഇവര് തമ്മിൽ ഒരു എന്താ പറയാ, ഒരു ചാലഞ്ചിങ് പോലെ ഇങ്ങനെ. അപ്പൊ ഈ ഭാര്യ പറയണ, ശരി എന്നാൽ ഞാൻ ഇനി പോയിട്ട് എന്റെ ഭഗവാനെയും കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഈ ഭാര്യ എന്ത് ചെയ്യാണ്, അയോധ്യയിലോട്ട് പോവാണ്. അപ്പൊ ഈ ഭാര്യയ്ക്ക് വലിയ ഇതില്ല, കാരണം ആ ഒരു സമയത്ത് ഈ രാജാവിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതേ ഉള്ളു. അപ്പൊ ഭഗവാൻ വരുമോ ഒന്നും ഇല്ല. പക്ഷെ ഭാര്യയ്ക്കറിയാം ഭഗവാൻ ഉറപ്പായിട്ടും വരും, കാരണം ഈ രാജാവിന്റെ അടുത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നു. അപ്പൊ രാജാവിന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ തന്റെ അടുത്ത് ശ്രീരാമസ്വാമി വന്നില്ലെങ്കിൽ താൻ ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് പോവില്ല, താൻ ഇവിടെ അയോധ്യയിൽ തന്നെ തന്റെ ജീവൻ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്.
അങ്ങനെ ഈ ഭാര്യ ഭയങ്കരമായിട്ട് രാജാവിന്റെ ഭാര്യ, അതായത് മഹാറാണി നന്നായിട്ട് പ്രാർത്ഥിച്ചെങ്കിലും ഈ ശ്രീരാമസ്വാമി ഈ റാണിയോടൊന്നും തിരിച്ച് പറയൊന്നും ചെയ്തില്ല. അങ്ങനെ എന്ത് ചെയ്യും, അവിടുത്തെ നദി സരയൂ നദിയിൽ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ റാണി പറയാണ്, ഇനി ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് പോവില്ല, എന്റെ ജീവൻ ഞാൻ ഇവിടെ കളയാണ്, എനിക്ക് നാണക്കേടുമായിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സരയൂ നദിയിലോട്ട് നദിയിലോട്ട് ഇറങ്ങും. അപ്പൊ ഇങ്ങനെ ഇറങ്ങി അതിൻ്റെ അകത്തോട്ട് പോയിട്ട് ആ നദിയിലോട്ട് ഇറങ്ങും. പക്ഷെ ഇവര് പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഇവര് ശ്രീരാമസ്വാമിയുടെ മടിയിലാണ് കിടക്കുന്നത്. അപ്പൊ അത്രയും സന്തോഷമായി. ശ്രീരാമസ്വാമി തൻ്റെ അടുത്ത് വന്നു. അപ്പൊ ശ്രീരാമസ്വാമി ചോദിക്കും, എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോ പറയും, അങ്ങ് എന്റെ കൂടെ ഓർച്ചിറയിലോട്ട് വരണം എന്ന് പറയും. അപ്പൊ ശ്രീരാമസ്വാമി പറയും 3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഈ മാസത്തിൽ ഒരു മാസത്തില് ഒരു ദിവസം 28 ദിവസത്തില് ഒരു ദിവസം ഒരു നക്ഷത്രമുണ്ട്, ഒരു പ്രത്യേക നക്ഷത്രം. ആ നക്ഷത്രത്തിന്റെ അന്ന് മാത്രമേ ഞാൻ ട്രാവൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ആ നക്ഷത്രത്തിൽ അന്ന് മാത്രമേ ഞാൻ യാത്ര ചെയ്യുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനാണ് അവിടുത്തെ രാജാവ്, നിന്റെ ഹസ്ബൻഡ് അല്ല. മൂന്നാമത്തെ കാര്യം, എന്നെ ആദ്യം എവിടെയാണോ പ്രതിഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം എവിടെയാണോ വെക്കുന്നത്, അതായിരിക്കും എന്റെ പ്രതിഷ്ഠാ സ്ഥലം എന്ന് പറയും. അപ്പൊ ഈ റാണിക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഭഗവാൻ വരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് സമ്മതിക്കും. അങ്ങനെ 28 ദിവസത്തിൽ ഒരു ദിവസം വരുന്ന ആ ഒരു നക്ഷത്രത്തിന് എന്നാണ് ഇവിടെ യാത്ര ചെയ്യണം. അപ്പോ അയോധ്യയിൽ നിന്ന് ഓർച്ചിറയിലോട്ട് പോകാൻ 8 മാസം എടുക്കുകയാണ്. കാരണം ഇവർക്ക് ഒരു ദിവസം യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ 8 മാസം കൊണ്ട് ഇവരവിടെ എത്താണ്, അയോധ്യയിലോട്ട് എത്താണ്, ഓർച്ചിറയിലോട്ട് എത്താണ്. അപ്പൊ ഈ രാജാവിന് ഈ മഹാറാണി വരുന്നു, ശ്രീരാമസ്വാമിയും കൊണ്ടുവരുന്നു എന്നുള്ള എന്താ പറയാ മെസ്സേജ് നേരത്തെ കിട്ടി. അപ്പൊ രാജാവ് അതുകൊണ്ട് തന്നെ ഒരു വലിയ അവര് വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് ഒരു വലിയ എന്താ ഒരുക്കങ്ങളൊക്കെ ചെയ്യും. പിന്നെ ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു വലിയ അമ്പലം പണിയും ചെയ്യാണ്. പക്ഷെ ഈ റാണി ആദ്യമേ പോയിട്ട് രാജാവിന്റെ അടുത്തല്ല പോകുന്നത്. ഈ റാണി ആദ്യം റാണിയുടെ കൊട്ടാരം, അവിടെ റാണിക്ക് വേറെ കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിലോട്ട് പോയിട്ട് വിചാരിക്കണം. ഇവരെത്തുമ്പോ വൈകിയാണ് എത്തുന്നത്. എന്നിട്ട് വിചാരിക്കും നാളെ രാവിലെ ശ്രീരാമസ്വാമിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോവാന്ന് പറയും. പക്ഷെ മൂന്നാമത്തെ കാര്യം ശ്രീരാമസ്വാമി പറഞ്ഞത്, എവിടെയാണോ എന്നെ ആദ്യം വെക്കുന്നത് അവിടെയായിരിക്കും എന്റെ പ്രതിഷ്ഠാ സ്ഥലം എന്നാണ്. അങ്ങനെ ഈ റാണി ആദ്യം പോയി റാണിയുടെ റൂമിൽ ശ്രീരാമസ്വാമി ആദ്യം വെക്കുകയാണ്. അപ്പൊ അടുത്ത ദിവസം എടുക്കാൻ നോക്കിയിട്ട് ശ്രീരാമസ്വാമി എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ തന്നെ പ്രതിഷ്ഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഓർച്ചിറയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ശ്രീരാമസ്വാമിയുടെ അമ്പലം വേറെയാണ്, പക്ഷെ അതിന്റെ അകത്ത് വിഗ്രഹം ഉണ്ടാവില്ല. വിഗ്രഹം ഈ റാണിയുടെ കൊട്ടാരത്തിനുള്ളിലാണ് ഉള്ളത്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് രാവിലെ, എന്നിട്ട് അവിടെ തന്നെയാണ് പൂജകളും കാര്യങ്ങളും ചെയ്യുന്നത്. രാവിലെ അയോധ്യയിലാണ് പൂജ ചെയ്യുന്നതെങ്കിൽ വൈകിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് പൂജ ചെയ്യുക. കാരണം വൈകിട്ടാണ് ഇതിന് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ശ്രീരാമസ്വാമി രാവിലെ അവിടെയും അയോധ്യയിലും, വൈകിട്ട് ഓർച്ചിറയിലാണെന്ന് പറയും. അത് കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഓർച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയാണ്. കാരണം ശ്രീരാമസ്വാമി പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ ഞാനായിരിക്കും അവിടുത്തെ രാജാവ്. അപ്പൊ ശ്രീരാമസ്വാമിയുടെ വേറൊരു പേരാണ് ഓർച്ചിറയുടെ രാജാവ്. കിങ് ഓഫ് ഓർച്ചിറ എന്ന് പറയുന്നത് ശ്രീരാമസ്വാമിയുടെ വേറൊരു പേരാണ്. അങ്ങനെ ഭഗവാന്റെ ലീലകളും ഭക്തന്റെ ലീലകളും നമുക്ക് ഒരിക്കലും പറഞ്ഞു തീരാൻ പറ്റില്ല. നമ്മുടെ ഇപ്പൊ റാണി ആ ഭക്തി, അവർക്കുണ്ടായിരുന്ന ഭക്തി, ആ റാണിക്ക് ഉണ്ടായിരുന്ന ഭക്തി ഉള്ളത് കൊണ്ടാണ് ശ്രീരാമസ്വാമി അവരുടെ കൂടെ വന്നത്. അപ്പൊ ആലോചിക്കുക, ഭഗവാൻ ഭക്തന്റെ കൂടെയാണ് വരുന്നത്. അപ്പൊ അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ. പക്ഷെ നമ്മുടെ ആ ഒരു ഭക്തി, നമ്മുടെ സിൻസിയർ ആയിട്ടുള്ള ഭക്തി നമ്മൾ ഭഗവാന് കാണിച്ചാൽ മാത്രം മതി. ഹരേ കൃഷ്ണ. സൗണ്ട്. ഹരേ കൃഷ്ണ. ഇഷ്ടപ്പെട്ടോ ഭഗവാന്റെ കഥ?